ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടന്റെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ തുടരും. ഒരു ഫാമിലി ഡ്രാമ എന്ന പേരിൽ തിയേറ്ററുകളിലെത്തി ഏറ്റവും അവസാനം തിയേറ്ററുകളിലെ ഞെട്ടിച്ച ഫാമിലി ത്രില്ലർ സിനിമയായിട്ട് മാറിയ തുടരും എന്ന സിനിമ ഏറ്റവും അവസാനം വെറും 6 ദിവസങ്ങൾ കൊണ്ടാണല്ലോ 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തത്. ഇന്ന് ഏപ്രിൽ 30 കഴിഞ്ഞ മാസം മാർച്ച് 27 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ലാലേട്ടൻ നായകനായി എത്തിയ സിനിമയാണല്ലോ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ. അന്ന് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെറും 2 ദിവസങ്ങൾ കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 100 കോടിയിലധികം കളക്ഷൻ കടക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമ കഴിഞ്ഞ മാസത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയാണെങ്കിൽ ഈ മാസം ഏപ്രിൽ മാസത്തിലെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ടാണ് ലാലേട്ടൻ സിനിമ തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെറും ഒരു മാസത്തെ ഇടവേളയിൽ 2 ലാലേട്ടൻ സിനിമകളാണ് 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നടക്കാത്തൊരു കാര്യമാണ്. ഒരു മാസത്തിനിടയിൽ 200 കോടികൾ, അതും ഒരു നായക നടന്റെ പേരിൽ എന്നത് ഇപ്പോഴത്തെ ലാലേട്ടൻ അത് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി എൽ പവർ, ലാലേട്ടൻ പവർ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലാലേട്ടനോടൊപ്പം സിനിമകൾ ചെയ്തു പോകുന്ന സൂപ്പർ താരങ്ങളൊപ്പം തന്നെ മെഗാ സ്റ്റാർ എല്ലാം തന്നെ ഉണ്ട്. എന്നിട്ട് അവർക്കാർക്കും തന്നെ ഇല്ലാത്ത 100 കോടി കളക്ഷൻ എല്ലാം തന്നെ ലാലേട്ടൻ നേടിയെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ലാലേട്ടന്റെ സ്റ്റാർഡം ഏത് ലെവലിലാണെന്ന്. ഒരുപക്ഷെ മറ്റു ഭാഷകളിൽ ഇതുപോലെ ടയർ സമ്പ്രദായം നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ ടയർ 1 ലാലേട്ടൻ ഉണ്ടാകും, മറ്റ് നടന്മാരെല്ലാം തന്നെ മറ്റ് ടയറുകളിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ ലാലേട്ടൻ സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക്.